ഇണചേരൽ എന്ന് പറയുന്നത്, ഇരതേടലും ഇണചേരലും ഇതൊക്കെ പക്ഷിമൃഗാദികൾ മനുഷ്യരിലുണ്ട്. പക്ഷിമൃഗാദികളിൽ അത് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു ഈച്ചയും അല്ലെങ്കിൽ കുറച്ച് ഈച്ചകൾ കൂടിയിട്ട് ഒരു പെണ്ണീച്ചയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന പരിപാടിയില്ല. ഈച്ചകളും ഇല്ല, പൂച്ചകളും ചെയ്യുന്നില്ല. ഒരു പുലികൾ ഒരു പെൺപുലിയെ കുറേ ഇവരൊക്കെ പാട് കൂടി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നൊരു പരിപാടി. പക്ഷെ മനുഷ്യനോ എന്ന് പറഞ്ഞാൽ മുലപ്പാൽ മണം പറ്റാത്ത പിഞ്ച് കുഞ്ഞുങ്ങളെ മുതൽ 60 കഴിഞ്ഞ് വൃദ്ധകളെ വരെ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇത് മൃഗീയതയല്ല, ശരിക്കും പൈശാചികതയാണ്. ഖുർആന് പ്രയോഗിച്ച ഉലൈക്കൽ അന്നാം ബൽഹും അതല്ല്, നാൽക്കാലികളെ പോലെയാണെന്ന് നിർത്താതെ ബൽഹും അതല്ല്, അതിനേക്കാൾ മോശപ്പെട്ട ആ ഒരവസ്ഥയിൽ അതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ മൃഗാവല്ല ചെയ്യുക. പിന്നെ അപ്പം ഇങ്ങനെയുള്ള മനുഷ്യന് നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട് എന്നതാണ്. ആ നിയന്ത്രണങ്ങൾ ആണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ എന്താകുന്നത്, യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത്. ഈ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? അതാണല്ലോ ഈ ഹറാം എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഹറാമായ കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് ശരിക്കും എന്താവുന്നത്, മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുന്നത്.